ശരണമായി വന്നവരുടെ ശത്രുക്കളെ നശിപ്പിക്കുകയും ധീരന്മാർക്ക് അഭയം നൽകുകയും ചെയ്യുന്നവളെ, മൂന്നു ലോകങ്ങളുടെ തലയിൽ ഉയർന്ന വിശാല ശൂലം കൈവശം വഹിക്കുന്നവളെ, ദേവദുന്ദുഭികളുടെ ഗംഭീരനാദത്തോടെ ദിശകളെ മുഴുവൻ മുഴങ്ങിക്കുന്നവളെ, ജയമാകട്ടെ മഹിഷാസുരമർദിനിയായ പർവ്വതപുത്രിയായ ദേവിയെ. ഈ ശ്ലോകം ദേവിയുടെ അഭയദായിനി സ്വരൂപവും ബ്രഹ്മാണ്ഡീയാധിപത്യവും സൂചിപ്പിക്കുന്ന ഗൂഢതാന്ത്രിക സന്ദേശമാണ്. ശരണാഗത വൈരിവധൂവര എന്നത് സാധകൻ ആത്മശരണാഗതനാകുമ്പോൾ ദേവി അവന്റെ ഉള്ളിലെ വൈരികളെ, കാമം, ക്രോധം, ഭയം നശിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. വീരവരാഭയദായകരെ എന്നത് ആത്മവീര്യത്തിലേക്കുള്ള ധൈര്യബോധം ദേവി നൽകുന്നുവെന്ന രഹസ്യയോഗസൂത്രമാണ്. ത്രിഭുവനമസ്തക ശൂലവിശാല, ശ്രീവിധിയിൽ ശൂലം സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ ത്രികാല പ്രവർത്തനങ്ങളെയും ത്രിഗുണങ്ങളെയും നിയന്ത്രിക്കുന്ന പരബ്രഹ്മ ശക്തിയുടെ ചിഹ്നമാണ്. ദേവി മൂന്നു ലോകങ്ങളുടെ മുകളിൽ അധിഷ്ഠിതയായ പരമാധികാരിണിയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ദുമിദുമിതാമര ദുന്ദുഭിനാദ, ദേവിയുടെ ചൈതന്യസ്പന്ദനം ബ്രഹ്മാണ്ഡത്തിൽ നാദബ്രഹ്മമായി മുഴങ്ങുന്ന സൂക്ഷ്മനാദയോഗത്തിന്റെ സൂചനയാണ്. ഇത് സാധകന്റെ അന്തർഹൃദയത്തിൽ അനുഭവപ്പെടുന്ന അനാഹത നാദമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ദിഗ്മകരെ, ദേവിയുടെ ശക്തി എല്ലാ ദിശകളിലും വ്യാപിച്ച് സർവ്വവ്യാപിയായ പരാശക്തിയായി നിലകൊള്ളുന്നുവെന്ന മഹാവാക്യ തത്വത്തെ പ്രതിപാദിക്കുന്നു. ശ്രീവിദ്യ ദർശനത്തിൽ ഈ ശ്ലോകം സാധകൻ അഭയബോധത്തിൽ പ്രവേശിച്ച് ആത്മശക്തിയുടെ അനന്തവ്യാപ്തി അനുഭവിക്കുന്ന കുണ്ഡലിനി ഉന്നതഘട്ടത്തിന്റെ രഹസ്യധ്യാനസൂത്രമായി ഗുരുപരമ്പരയിൽ ഉപദേശിക്കപ്പെടുന്നു.